നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഭാരതയാത്രയ്ക്കിടയിൽ ഞങ്ങളെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ ചില ദൃശ്യങ്ങളാണ്. നമ്മുടെ ഭാരതം അങ്ങനെയാണ്. ചില ഭാഗത്ത് സമൃദ്ധി, ചില ഭാഗത്ത് വല്ലാത്ത കഷ്ടം തോന്നുന്ന കാഴ്ചകൾ. ബൊക്കാറോയിൽ നിന്ന് കൽക്കത്തയിലേക്കുള്ള നീണ്ട യാത്രയാണ്. ഒരു കൊച്ചു ദാബയ്ക്കരികിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തി. ഈ ചെറിയ ദാബകളിൽ കിട്ടുന്നതെല്ലാം ഒരേ തരത്തിലുള്ള ഭക്ഷണമായിരിക്കും. റൊട്ടി, ദാല്, റൈസ് അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ യാത്ര ചെയ്ത് തളരുന്ന സമയത്ത് നടു ഒന്ന് നിവർത്താൻ നല്ല പലകക്കട്ടിലുകളോ കയറുകട്ടിലുകളോ ഒക്കെ അവിടെ ഉണ്ടാവും. ഭക്ഷണം ഓർഡർ ചെയ്ത് എത്തുന്നതുവരെ നമുക്കതിൽ നീണ്ടു നിവർന്ന് കിടക്കാം. ആരും ഒരു പരാതിയും പറയില്ല. അന്ന് ഭക്ഷണം കഴിച്ച് വണ്ടിക്ക് അടുത്തേക്ക് ചെല്ലുമ്പോൾ നാസർ പറഞ്ഞു, ടയർ പഞ്ചറാണ്. കൽക്കത്തയിൽ ആഞ്ഞടിക്കും എന്ന് കേട്ട കൊടുങ്കാറ്റ് അല്ലെങ്കിലേ ഞങ്ങൾ അലോസരപ്പെടുത്തുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഈ ടയറിലെ കാറ്റ് കഷ്ടത്തിലാക്കിയത്. എന്തായാലും കുറച്ച് നേരം ആ റോഡിൽ കിടക്കാനാണ് വിധിയെന്ന് മനസ്സിലാക്കിയുകൊണ്ട് ഞാനും ബിജുരാജും പ്രതീഷും ബോബനും ഒക്കെ ക്യാമറകളുമായിട്ട് ഒന്ന് കറങ്ങി. പച്ച പുതച്ച പാടത്തിൻ്റെ പരമ്പിൽ നിന്നുകൊണ്ട് ഒരു പ്രായം ചെന്ന മനുഷ്യൻ ചെടികൾക്ക് പടർന്നു കയറാനായിട്ട് പഴയ തുണികൾ പിരിച്ച് അതുകൊണ്ടൊരു വേലി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ ആ അപ്പൂപ്പനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോടൊപ്പം അത് കെട്ടാൻ കൂടി. അയാളോട് വെറുതെ വീട്ടുവിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് വല്ലാത്തൊരു വേദന തോന്നിയത്. അയാളുടെ ഭാര്യ 10 കൊല്ലം മുമ്പ് മരിച്ചതാണ്. മക്കളെല്ലാം ദൂരസ്ഥലങ്ങളിൽ ജോലി തേടി പോയതാണ്. അദ്ദേഹം അവിടെ ഒറ്റയ്ക്ക് അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. മക്കളൊന്നും തിരിഞ്ഞു നോക്കാറില്ല. കുറച്ച് നെല്ലുണ്ട്, ഇത്തിരി പച്ചക്കറി കൃഷിയുണ്ട്. അതുകൊണ്ട് അന്നം മുടങ്ങാതെ ജീവിക്കുന്നു. സാറേ, ഇങ്ങനെ ഒരു ദിവസം ഈ പാടത്തെങ്ങാൻ വീണ് ഞാനങ്ങ് മരിച്ചു അയാൾ പറയുകയാണ്. അതിലപ്പുറം അദ്ദേഹത്തിന് സ്വപ്നമൊന്നുമില്ല. ആ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്ത കഷ്ടം തോന്നി. ഞങ്ങൾ വാഹനത്തിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് വേറൊരാൾ നടന്നു വരുന്നുണ്ട്. പ്രത്യേക വേഷം ധരിച്ച ഒരാൾ, ചെരുപ്പ് പോലും ധരിക്കാത്ത. അയാളുടെ കുപ്പായം പോലീസിൻ്റേതാണ്. തലയിൽ ദേശീയ പതാക ഇങ്ങനെ പിരിച്ചു കെട്ടിയിട്ടുണ്ട്. കയ്യിലൊരു ലാത്തിയുണ്ട്. ഞങ്ങളെ കണ്ടപ്പോൾ അയാൾ അവിടെ നിന്നു. വാഹനത്തിലെഴുതിയ ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന ബോർഡും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്ന ടൈറ്റിലും അദ്ദേഹം മനോഹരമായിട്ട് വായിച്ചു. പിന്നെ അയാൾ ചോദിച്ചു, വാട്ട് യു മീൻ ബൈ ഇൻക്ലൂസീവ് ഇന്ത്യ? ഡിസബിലിറ്റി സെക്ടറിലുള്ളവരുടെ സാമൂഹികമായ ഉൾച്ചേർക്കലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഭാരതത്തിലുടനീളം നടത്തുന്ന ഒരു അവയർനെസ് പ്രോഗ്രാമാണെന്ന് പറഞ്ഞതോടെ അയാളുടെ കടുത്ത ഇംഗ്ലീഷ് ഭാഷയിൽ ഇങ്ങനെ പുറത്തേക്ക് കാര്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥകൾ നിങ്ങളെന്താണ് കാണാത്തതെന്നാണ് ആദ്യത്തെ ചോദ്യം. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് അലഞ്ഞു നടക്കുന്ന ഞങ്ങളെ ആരാണ് ഉൾച്ചേർക്കുക? ഉത്തരം കിട്ടാത്ത തരത്തിൽ 100 ചോദ്യങ്ങൾ അയാളിങ്ങനെ വാരി എറിയാണ്. അയാളുടെ പറച്ചിനിടയിൽ നിന്ന് മനസ്സിലായത് അയാളൊരു പോലീസുകാരനായിരുന്നു എന്നും സമ്പാദിച്ചതെല്ലാം മക്കൾക്ക് കൊടുത്തു എന്നും മക്കൾ അയാളെ ഉപേക്ഷിച്ചു എന്നും ഇന്ന് അയാൾ മരണത്തെയും തേടി നടക്കുകയാണ് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. ഈ കണ്ണ് തുറന്നു വെച്ചാൽ മാത്രം കാണുന്ന ഇത്തരം അവസ്ഥകൾക്ക് അവസാനമില്ലാത്ത ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ. കാത് തുറന്നു വെച്ചാൽ മാത്രം ഹൃദയം പിളരുന്ന കഥകൾ കേൾക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. ആരാധനാലയങ്ങളുടെയും ചരിത്ര മ്യൂസിയങ്ങളുടെയും പടിപ്പുരകളിൽ കൈനീട്ടിയിരിക്കുന്ന എത്രയോ അച്ഛനമ്മമാർ, അപ്പൂപ്പനമ്മമാർ. എബ്രഹാം ലിങ്കൺ പറഞ്ഞിട്ടുണ്ട്, അധികാരത്തിൻ്റെ കടിഞ്ഞാൻ അഴിഞ്ഞു വീഴുമ്പോൾ ഭൂമിയിലെ ഓരോ സുഹൃത്തും എനിക്ക് നഷ്ടപ്പെടുമെന്നും ഒടുവിൽ ഒരു സുഹൃത്ത് മാത്രമേ അവശേഷിക്കുകയുള്ളൂ എന്നും അത് താൻ തന്നെ ആയിരിക്കുമെന്നും ഞാനിന്ന് മനസ്സിലാക്കുന്നു എന്ന്. അധികാരത്തിൻ്റെ എന്നതിന് പകരം ആരോഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും കടിഞ്ഞാൻ അഴിഞ്ഞു വീഴുമ്പോൾ എന്നൊന്ന് മാറ്റി വായിച്ചാൽ അത് നമുക്കെല്ലാവർക്കും ബാധകമാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു പലപ്പോഴും ഈ ഭാരതയാത്രയ്ക്കിടയിൽ.